ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2010 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഫൗണ്ട് ഫുട്ടേജ് ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ ലാസ്റ്റ് എക്സോസിസം. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ മിസ്റ്ററി ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. കഥാനായകനായ കോട്ടൻ മാർക്കസിന്റെ ഫാമിലിയെ കാണിച്ചാണ് ചിത്രം തുടങ്ങുന്നത്. മാർക്കസിന്റെ വൈഫ് ഷെന്ന മാർക്കസ്, മകൻ ജസ്റ്റിൻ മാർക്കസ്. നമ്മുടെ നായകൻ ഒരു എക്സോസിസം പ്രീച്ചറാണ്. മാർക്കസ് മാത്രമല്ല, അവന്റെ പിതാവും മുത്തശ്ശനും അങ്ങനെ എല്ലാവരും എക്സോസിസം പ്രീച്ചറായിരുന്നു. അവൻ കുട്ടിക്കാലത്ത് കൂടുതൽ സമയം ചെലവഴിച്ചത് ബൈബിൾ വായിക്കാനും അതുപോലെ പ്രേതബാധ ഒഴിപ്പിക്കുന്നതിനെ പറ്റിയൊക്കെ റിസർച്ച് ഒക്കെ ചെയ്യാനായിരുന്നു. ചർച്ചിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന എല്ലാവർക്കും മാർക്കസിനെ ഒത്തിരി കാര്യമാണ്. അവൻ പ്രാർത്ഥനാ സമയത്ത് പല പല ട്രിക്കുകളൊക്കെ കാണിച്ച് അവരെ എന്റർടൈൻ ചെയ്യിക്കുക, അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് മാർക്കസിന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം സൺഡേ ചർച്ചിൽ നിന്ന് നേരെ മാർക്കസ് തന്റെ അച്ഛന്റെ ഓഫീസിലേക്ക് പോയി. അപ്പോഴാണ് ജോണിന്റെ മുറിയിലെ ഒരു സീക്രട്ട് ലോക്കറിനകത്ത് അവനൊരു ഏൻഷ്യന്റ് ബുക്ക് കണ്ടെത്തുന്നത്. ഹോർട്ടസ് ഡെലിക്കാരം എന്നാണ് ഈ ബുക്കിന്റെ പേര്. ഈ ഒരു പുസ്തകത്തിന് മൊത്തം 20 കോപ്പി മാത്രമേ ഉള്ളൂ. അത് ലോകത്തിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് സാത്താനെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. 100 കണക്കിന് സാത്താന്റെ പേരുകളും അതിനെ എങ്ങനെയൊക്കെ തിരിച്ചറിയാം, എങ്ങനെ നശിപ്പിക്കാം, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ ആ ബുക്കിലെ രേഖപ്പെടുത്തിയിരുന്നു. ഈ ഒരു ബുക്ക് യൂസ് ചെയ്ത് മാർക്കസിന്റെ പിതാവ് ഒരു 150ഓളം എക്സോസിസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ സക്സസ്ഫുൾ ആയിരുന്നു. എന്നാൽ ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നായകനെ ദൈവത്തിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം മാർക്കസിന്റെ മകൻ മാസം തികയാതെയാണ് ജനിച്ചത്. അതും മകനെയും വൈഫിനെയും രക്ഷപ്പെടുത്താനായിട്ട് ഡോക്ടേഴ്സ് ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു. ഒടുവില് ഡോക്ടേഴ്സ് കുഞ്ഞിനെയും വൈഫിനെയും രക്ഷപ്പെടുത്തിയെടുത്തെങ്കിലും അവന്റെ കുഞ്ഞിന് കേൾവിശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ സംസാരിക്കാനും കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു കാര്യം മാർക്കസിനെ താങ്ങാനേ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോ മെഡിക്കൽ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. ഇയറേഡിന്റെ സഹായത്തോടെ ജസ്റ്റിൻ ഇപ്പൊ കേൾക്കാം, തന്റെ മകൻ ഇപ്പോ സംസാരിക്കാം. മാർക്കസും ഫാമിലിയും ഇപ്പോ ഒത്തിരി ഹാപ്പിയാണ്. മാർക്കസിന് ഒരുപാട് കത്തുകൾ വരും, പ്രേതബാധ ഒഴിപ്പിക്കണം, തങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ്. എന്നാൽ നമ്മുടെ നായകൻ ഇപ്പോ സാത്താനെയോ ഭൂതത്തിനെയോ ഒന്നും വിശ്വസിക്കുന്നില്ല. പൊതുവെ ഈ കത്തുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ആ സ്ഥലങ്ങളിലേക്ക് പോയി എക്സോസിസം ചെയ്യും, പ്രേതബാധ ഒഴിപ്പിക്കുന്നത് പോലെ ആക്ട് ചെയ്യും. മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണ്ടവർക്ക് മാർക്കസ് അതിനു വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ അങ്ങനെയിരിക്കെയാണ് നായകൻ പത്രത്തിലൊരു വാർത്ത കാണുന്നത്. അത് കണ്ട് മാർക്കസ് ഒത്തിരി അപ്സെറ്റായി. താൻ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് അവന് തന്നെ തോന്നാൻ തുടങ്ങി. ടെക്സസിലെ വെറും 10 വയസ്സുള്ള വിക്ടർ എന്ന പയ്യനെ പ്രേതബാധയാണെന്ന് പറഞ്ഞ് അവിടുത്തെ ലോക്കൽ പ്രീസ്റ്റ് എക്സോസിസം ചെയ്ത് ശ്വാസം കിട്ടാതെയാണ് ആ കുഞ്ഞ് മരിച്ചത്. സത്യത്തിൽ ആ പയ്യന് മാനസികമായ ചില പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ അത് സാത്താൻ കൂടിയതാന്ന് പറഞ്ഞ് ആ പ്രീസ്റ്റ് ആ കുഞ്ഞിന്റെ തലയിലെ പ്ലാസ്റ്റിക് കവറിട്ട് കെട്ടിവെച്ച് ശ്വാസം കിട്ടാതെയാണ് ആ പയ്യൻ മരണപ്പെട്ടത്. ഈ ഒരു സംഭവം പത്രത്തിൽ നിന്ന് വായിച്ചതിന് ശേഷം മാർക്കസ് താൻ ഇനി ഒരിക്കലും എക്സോസിസം ചെയ്യില്ല എന്ന തീരുമാനത്തിലെത്തി. ഇപ്പോ പ്രേതബാധ ഒഴിപ്പിക്കാനാണെന്ന് പറഞ്ഞ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവൻ കുറെ ട്രിക്കൊക്കെ കാണിച്ച് പ്രേതം ഒഴിഞ്ഞു പോയെന്ന് അവരെ കൊണ്ട് വിശ്വസിപ്പിക്കും. കാരണം സാത്താൻ, പ്രേതം എന്നൊക്കെ പറയുന്നത് അവരുടെ മനസ്സിലെ ഭയപ്പെടുത്തുന്ന ഒരു ചിന്ത മാത്രമാണ്. അവർക്ക് വേണ്ടത് എക്സോസിസം അല്ല, മറിച്ച് നല്ല ട്രീറ്റ്മെന്റ് ആണ്. അങ്ങനെയിരിക്കെയാണ് അവൻ പത്രത്തിലെ ഷോക്കിംഗ് ആയിട്ടുള്ള മറ്റൊരു വാർത്ത കൂടി കാണുന്നത്. വത്തിക്കാനില് പുതിയതായിട്ട് എക്സോസിസം അക്കാഡമി തുടങ്ങാൻ പോവാണെന്ന്. ഈ ഒരു വാർത്ത കണ്ട് മാർക്കസ് ആകെ അപ്സെറ്റായി. ഇനി പ്രേതബാധ ഒഴിപ്പിക്കാനാണെന്ന് പറഞ്ഞ് ഒരാളുടെയും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. ഇതൊക്കെ വെറും ആളെ പറ്റിക്കലാണെന്ന് അവൻ ഈ ലോകത്തിനോട് വിളിച്ചു പറയണം. അതിനുവേണ്ടി മാർക്കസ് താൻ അവസാനമായിട്ട് എക്സോസിസം ചെയ്യുന്നത് ഒരു ഡോക്യുമെന്ററി ആയിട്ട് ഷൂട്ട് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തീരുമാനമെടുത്തു. ഇതോടുകൂടി എന്നേക്കുമായിട്ട് തന്റെ എക്സോസിസം പ്രീച്ചർ എന്ന പദവി തന്നെ അവൻ ഉപേക്ഷിക്കാനായിട്ട് പോവുകയാണ്. മാർക്കസിന്റെ ഈ ഒരു ഡോക്യുമെന്ററി ഷൂട്ട് ചെയ്യാൻ പോണത് അവന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഐറിസും ക്യാമറമാൻ ഡാനിയലും ചേർന്നാണ്. അങ്ങനെ തന്റെ അവസാന എക്സോസിസം അത് ആർക്കാണെന്ന് തീരുമാനിക്കാൻ മാർക്കസ് തനിക്ക് വന്നിരുന്ന കത്തുകളിൽ നിന്ന് ഒരെണ്ണം തെരഞ്ഞെടുത്തു. ഇവാൻ വുഡ് എന്ന അഡ്രസ്സിൽ നിന്നാണ് ആ കത്ത് വന്നിരിക്കുന്നത്. തന്റെ വീട്ടിലെ സാത്താന്റെ സാന്നിധ്യമുണ്ട്, തന്നെ ഹെൽപ്പ് ചെയ്യണം, ഓരോ ദിവസവും ഞങ്ങൾ നരകിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു ഇവാൻ ആ കത്ത് എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മുടെ മാർക്കസ് ആ കത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും വായിക്കുന്നില്ല. കത്തിന്റെ അവസാന ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ. അടുത്ത ദിവസം മാർക്കസ്, ഐറിസ്, ഡാനിയൽ ഇവര് 3 പേരും ഇവാന്റെ കുടുംബത്തെ കാണാനായിട്ട് ലൂസിയാന എന്ന ടൗണിലേക്ക് പുറപ്പെട്ടു.
അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ നായകൻ അവന്റെ സുഹൃത്തുക്കൾക്ക് നമ്മളിപ്പോ പോകുന്ന ആ ഗ്രാമത്തെക്കുറിച്ച് ഒരു സൂചന കൊടുക്കുന്നുണ്ട്. ഈ ടൗണിലെ ഒരുപാട് കമ്മ്യൂണിറ്റികൾ താമസിക്കുന്നുണ്ട്. അതിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും ഓരോരോ വിശ്വാസങ്ങളാണ്. പ്രേതം, സാത്താൻ, മന്ത്രവാദം, അങ്ങനെ പല കാര്യങ്ങളും അവരിപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഗ്രാമത്തിലെ ആരോട് എന്ത് ചോദിച്ചാലും അവര് പറയുന്ന കാര്യങ്ങള് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കില്ല. അത്തരത്തിലുള്ള കഥകളായിരിക്കും അവര് പറയുന്നത്. അവരാ ടൗണിലെത്തിയതും താൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മറ്റു രണ്ടുപേരെയും വിശ്വസിപ്പിക്കാനായിട്ട് മാർക്കസ് അവിടെയുള്ള ഗ്യാസ് സ്റ്റേഷനിൽ കാർ നിർത്തി. എന്നിട്ട് കുറച്ചുപേരോട് ഈ ഗ്രാമത്തെക്കുറിച്ച് തിരക്കുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പല പല കഥകളൊക്കെയാണ് അവര് പറയുന്നത്. ഇനി നിങ്ങൾ മുന്നോട്ട് പോവരുത്, ഇത് നരകത്തിന്റെ വാതിലാണ്. പിന്നെ ഈ ഗ്രാമത്തിലെ സാത്താനെ ആരാധിക്കുന്ന ഒരു കൾട്ട് ഗ്രൂപ്പും പഴയൊരു ടെമ്പിൾ ഒക്കെയുണ്ട്. നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാന്നൊക്കെ പറഞ്ഞ് അവര് നമ്മുടെ നായകനെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്തിന് അന്യഗ്രഹ ജീവികളുടെ UFO നേരെ പോയ കാണാന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട്. തുടർന്നവര് ഇവാൻ വുഡ് എന്ന ഫാം ഹൗസ് തെരഞ്ഞ് വഴിയറിയാതെ ആകെ വലഞ്ഞിരിക്കുന്ന നേരത്താണ് അതുവഴി ചെറിയൊരു പയ്യൻ ട്രക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത്. മാർക്കസിന്റെ ഈ കാറ് കണ്ടതും ആ പയ്യൻ ട്രക്ക് നിർത്തി അവരോട് സംസാരിക്കാനായിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു. ആദ്യം അവന്റെ സംസാരത്തിലെ വലിയ പന്തികേടൊന്നും അവർക്ക് തോന്നിയില്ല. എന്നാൽ ഇവാൻ വുഡ് എന്ന പേര് കേട്ടപ്പോ അവന്റെ മുഖം തന്നെ ആകെ മാറി. നിങ്ങളിപ്പോ എവിടെ നിന്നാണോ വന്നത് അതുവഴി തന്നെ പൊക്കോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് അവൻ അവരെ വിരട്ടുന്നുണ്ട്. എന്നിട്ട് കാറിന്റെ ഗ്ലാസ്സിലേക്ക് കല്ലൊക്കെ എടുത്തെറിയാൻ തുടങ്ങി. ഇതോടുകൂടി ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവര് വേഗം തന്നെ മുന്നോട്ട് തന്നെ കാർ എടുത്തു പോയി. ഒരു കണക്കിന് അവരെ തെരഞ്ഞു വന്ന ഇവാന്റെ വീട് കണ്ടെത്തി. റോഡിൽ എവിടെയും ഫാമിന്റെ യാതൊരു സൈൻ ബോർഡ് ഇല്ലാത്തതുകൊണ്ട് അവർ ഈ വീട് കണ്ടെത്താൻ ഒത്തിരി വലഞ്ഞു. മാർക്കസിനെ കണ്ട് ഇവാനും ഒത്തിരി ഹാപ്പിയായി. തന്നെ സഹായിക്കാനായിട്ട് വന്നുല്ലോ. ഈ ഒരു സമയത്താണ് അവരെ ഇവിടെ നിന്ന് വിരട്ടി ഓടിക്കാൻ ശ്രമിച്ച ആ പയ്യൻ അങ്ങോട്ട് വരുന്നത്. ഇവന്റെ പേരാണ് കേലബ്. ഇവാന്റെ താഴെയുള്ള മകനാണ്. ഈ ഒരു കാര്യം കേട്ട ഇവാൻ മകന് ഒത്തിരി വഴക്ക് പറയുന്നുണ്ടെങ്കിലും യാതൊരു കൂസലും കൂടാതെ അവരുടെ കയ്യിൽ ക്യാമറ കണ്ടില്ലേ, അത് പോയി ആദ്യം നോക്കെന്ന് പറഞ്ഞ് അവൻ ആ വീടിനകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ഡാനിയലിന്റെ കയ്യിലെ ക്യാമറ കണ്ട് ഇവാനും ആകെ അപ്സെറ്റായി. ഈ ഗ്രാമത്തിലുള്ളവർക്ക് മൊബൈൽ ഫോൺ, ക്യാമറ ഇതൊക്കെ തന്നെ അലർജിയാണ്. അത് കണ്ട തന്നെ അവരൊത്തിരി ഭയപ്പെടും. ഇതൊന്നും തന്നെ അവർ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇവാനും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കാനായിട്ട് തയ്യാറായില്ല. പിന്നീട് ഒരുപാട് നേരം മാർക്കസ് ഇവാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. ഇനി ഇവാൻ എന്തിനാ മാർക്കസിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതെന്ന് അറിയണ്ടേ? ഇവാന്റെ ഫാമിലെ മൃഗങ്ങളൊക്കെ തുടർച്ചയായിട്ട് അതിക്രൂരമായ രീതിയിൽ ചാവാൻ തുടങ്ങി. ആദ്യം ഇവാൻ കരുതിയത് ഇതേതെങ്കിലും വന്യമൃഗങ്ങൾ ആക്രമിച്ചതായിരിക്കാം. എന്നാൽ പിന്നീടാണ് ഇവാൻ ആ ഞെട്ടിക്കുന്ന ഒരു സത്യം തിരിച്ചറിഞ്ഞത്. ആ മൃഗങ്ങളെയൊക്കെ കൊന്നിരുന്നത് തന്റെ മൂത്ത മകൾ നെല്ലായിരുന്നു. മാർക്കസ് ആകെ ഷോക്കായി. ഓക്കെ, നിങ്ങളുടെ മകളെ എക്സോസിസം ചെയ്യാനാണോ എന്നെ വിളിച്ചു വരുത്തിയത്? ഓ സോറി, ഞാൻ ആ കത്ത് ശരിക്കും വായിച്ചില്ല. ഇതറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ എന്തായാലും ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. ഇത് കേട്ട് ഇവാൻ ഒത്തിരി ഇമോഷണലായി. തന്റെ മകളെ സഹായിക്കാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല, ആരും അതിന് തയ്യാറല്ല. ഈ ഒരു സമയത്താണ് ഇവാന്റെ മകള് നെല്ല ആ മുറിയിലേക്ക് വരുന്നത്. അവളെ കണ്ട് മാർക്കസ് ആകെ ഷോക്കായി. നെല്ലിനെ കാണാൻ വളരെ നോർമലായിരുന്നു. അവൾക്ക് ഇവാൻ പറഞ്ഞതുപോലെ യാതൊരു കുഴപ്പങ്ങളുമില്ല. അവളൊത്തിരി സന്തോഷത്തില് ചിരിച്ചിട്ടൊക്കെയാണ് മാർക്കസിനോട് സംസാരിക്കുന്നത്. അവള് താൻ വരച്ച ചിത്രങ്ങളൊക്കെ നായകനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. താൻ സ്വപ്നത്തില് കാണുന്ന കാര്യങ്ങളാണ് നെല്ല് ചിത്രങ്ങളായിട്ട് വരയ്ക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോ തന്നെ മാർക്കസിന് ഒരു കാര്യം മനസ്സിലായി. നെല്ലിന് യാതൊരു കുഴപ്പമില്ല, അവളെ സാത്താൻ പൊസസ് ചെയ്തിട്ടുമില്ല. എന്നാൽ വന്ന കാര്യം അത് ഭംഗിയായിട്ട് തന്നെ ചെയ്യണം. അതിനുവേണ്ടി അവൻ നെല്ലിനോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. രാത്രി സമയങ്ങളില് ഉറക്കത്തില് നടക്കുന്നതായിട്ടോ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതായിട്ടോ, അല്ലെങ്കിൽ ആ മൃഗങ്ങളെയൊക്കെ താൻ കൊല്ലുന്നതായിട്ടോ എന്തെങ്കിലും നിന്നെ കൊണ്ട് ഓർക്കാൻ കഴിയുന്നുണ്ടോ? എന്നാൽ നെല്ലിന് അങ്ങനെ ഒന്നും തന്നെ ഓർമ്മയില്ല. അടുത്തതായി മാർക്കസ് നെല്ലിന്റെ അച്ഛനോട് തനിയെ സംസാരിച്ചു നോക്കി. ഇപ്പോഴാണ് ഇവാൻ ഒത്തിരി ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് ഇവാന്റെ വൈഫ് മരണപ്പെട്ടു. ഇതാ ഫാമിലിയെ കൊണ്ട് താങ്ങാനേ കഴിഞ്ഞിരുന്നില്ല. ഇവാൻ, നെൽ, കാലബ് ഇവർക്ക് 3 പേർക്കും അത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. അതിലും നെൽ മാനസികമായി ഒത്തിരി തകർന്നുപോയി. അതിനുശേഷം കേലബിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എല്ലാവരോടും അവന് വെറുപ്പായിട്ട് മാറി. എപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അവന് ദൈവത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. അമ്മയുടെ മരണശേഷം ഇവാൻ തന്റെ മക്കളെ എങ്ങോട്ടും പറഞ്ഞയച്ചിട്ടില്ല, സ്കൂളിലേക്കും പറഞ്ഞയച്ചിട്ടില്ല. അവര് വീട്ടിലിരുന്നാണ് പഠിക്കുന്നത്. എന്നാലും എല്ലാ സൺഡേസിലും നെല്ല് മാത്രം പ്രാർത്ഥിക്കാനായിട്ട് ചർച്ചിലേക്ക് പോകും. കേലബ് പോവാറില്ല. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നെൽ ചർച്ചിലേക്ക് പോകുന്നത് സ്റ്റോപ്പ് ചെയ്തു.
ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ട മാർക്കസ് തന്റെ സുഹൃത്തുക്കളോട് എന്താ പറയുന്നതെന്ന് വെച്ചാല്, എനിക്ക് തോന്നുന്നില്ല നെല്ലാണ് ആ മൃഗങ്ങളെയൊക്കെ കൊന്നതെന്ന്. നെല്ലിനെ സാത്താൻ പൊസസ് ചെയ്തിട്ടില്ല. അമ്മയുടെ വേർപാട് 2.5 വർഷങ്ങളോളം ഒരു വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി ഈ ടീനേജ് പ്രായത്തില് അവൾക്കത് ഒത്തിരി സ്ട്രെസ് ആയിട്ട് മാറി. ഈ ഒരു സമയത്ത് നായകൻ വീടിന് വെളിയിലിരിക്കുന്ന കേലബിനോട് സംസാരിക്കാനായിട്ട് ചെന്നു. ഹേ കേലബ്, നീ എന്തിനാ എന്റെ കാറിനെ കല്ലെടുത്തെറിഞ്ഞത്? അതിന് കേലബ് വ്യക്തമായിട്ടൊരു മറുപടി പറയുന്നില്ല. ഇവാൻ ഒത്തിരി മദ്യപിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇവാൻ തന്നെയാണ് മൃഗങ്ങളെയൊക്കെ കൊന്നതും തന്റെ മകളെ സാത്താൻ പൊസസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് മാർക്കസിനെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. നിങ്ങള് എന്റെ ചേച്ചിയുടെ ദേഹത്തെ സാത്താനെ ഒഴിപ്പിക്കാൻ പോവാണോ? കേലബ് ഈ ഒരു സമയത്തും നായകനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്റെ സഹോദരിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊന്നുകളയും. ഇത് ഞാൻ ഏത് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് വേണമെങ്കിലും പറയാം. വേഗം തന്നെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പൊക്കോ. എന്നാൽ മാർക്കസ് ഇതൊന്നും തന്നെ അത്രയ്ക്ക് കാര്യമാക്കി എടുക്കുന്നില്ല. കാരണം അവൻ നെല്ലിന് എക്സോസിസം ഒന്നും ചെയ്യാൻ പോണില്ലല്ലോ. അതിനുശേഷം മാർക്കസ് നെല്ലിനെ ചെക്ക് ചെയ്ത് നോക്കി എക്സോസിസം ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യാൻ തുടങ്ങി. അവൻ നെല്ലിന്റെ കഴുത്തിന് പിന്നിലെ ചെക്ക് ചെയ്തിട്ട് പറയും, അവളുടെ കഴുത്തിന് പിന്നിലായിട്ട് എന്തോ ഉണ്ട്. ഈ ഒരു കള്ളം അത് നെല്ലും നെല്ലിന്റെ അച്ഛനും അത് വിശ്വസിക്കുന്നുണ്ട്. അതെ, കഴുത്തിന് പിന്നിൽ എന്തോ ഉണ്ട്. ശേഷം ഒരു പാത്രത്തിലെ വെള്ളം കൊണ്ടുവന്ന് നെല്ലിന്റെ കാല് ആ വെള്ളത്തിലേക്ക് വെക്കാൻ പറഞ്ഞു. ഈ ഒരു സമയത്താണ് നെല്ല് ഐറിസിന്റെ കാലിലെ ബൂട്ട്സ് കാണുന്നത്. ആ ബൂട്ട്സ് അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. ഇത് കേട്ടതും ഐറിസ് ഒട്ടും തന്നെ മടി കൂടാതെ ആ ബൂട്ട്സ് ഊരി നെല്ലിന് കൊടുത്തു. ഈ സമയത്ത് നെല്ലിന്റെ മുഖത്തുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്തെന്നില്ലാത്തൊരു സന്തോഷാണ്. അങ്ങനെ നായകൻ എല്ലാവരോടും കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നെല്ലിന്റെ കാലെടുത്ത് ആ വെള്ളത്തിലേക്ക് വെച്ചു. അവനും ആരും തന്നെ അറിയാതെ എന്തോന്ന് ആ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോ ഇപ്പോ ആ വെള്ളം ചൂടായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. അതായത് നായകൻ അവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് ഇത് സാത്താൻ ബാധ തന്നെയാണെന്നാണ്. മാർക്കസ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഡീമൻസിന്റെ ബുക്കിലെ എബാലം എന്ന സാത്താനെ കുറിച്ച് ഇവാന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നെല്ലിനെ പൊസസ് ചെയ്തിരിക്കുന്നത് എബാലം എന്ന സാത്താനാണ്. ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അതാണ് തോന്നുന്നത്. ആ ഒരു ബുക്കിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡീമൻ അത് എബാലം ആണ്. ആ സാത്താന്റെ ഏറ്റവും വലിയ ശക്തി അത് തീയാണ്. അതുകൊണ്ടാണ് നെല്ല് കാല് വെച്ചിരുന്ന പാത്രത്തിലെ വെള്ളം തിളച്ചു മറിഞ്ഞത്. ഇത് കേട്ട് ഇവാനും ഒത്തിരി ഭയന്നു പോയി. എങ്ങനെയും തന്റെ മകളെ രക്ഷിക്കണം. ഇത് കഴിഞ്ഞ് മാർക്കസ് അവരെ പറ്റിക്കാനായിട്ട് ചില തിങ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന നേരത്താണ് കേലബ് അവനെ കളിയാക്കി ചിരിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പൊ നിങ്ങള് ശരിക്കൊരു ഫ്രോഡാണല്ലേ? അവൻ ആ വെള്ളത്തിലേക്ക് എന്തോന്ന് ഇടുന്നതായിട്ട് കേലബ് കണ്ടിരുന്നു. നിങ്ങൾ എന്തൊക്കെ കള്ളത്തരം കാണിച്ചാലും വേണ്ടില്ല, വേഗം തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിട്ടാ മതി. പേടിക്കണ്ട, ഇത് ഞാൻ ആരോടും പറയില്ല. നമ്മൾ തമ്മില് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കേലബ് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അതിനുശേഷം മാർക്കസ് നെല്ലിന്റെ ദേഹത്തെ സാത്താൻ ബാധ ഒഴിപ്പിക്കാനായിട്ട് ആ മുറിയിലെ എന്തൊക്കെയോ സെറ്റ് ചെയ്യുന്നുണ്ട്. മാർക്കസ് അവരെ പറ്റിക്കുകയാണെന്ന് കേലബിനും നമുക്കും അറിയാം. പക്ഷേ ആ ഒരു കാര്യം നെല്ലിനോ അവളുടെ അച്ഛൻ ഇവാനും അറിയില്ല. അവരിപ്പോഴും വിശ്വസിക്കുന്നത് നെല്ലിനെ അബാലം എന്ന സാത്താൻ പൊസസ് ചെയ്തിരിക്കുകയാണെന്നാണ്. മാർക്കസ് അങ്ങനെ നെല്ലിനെ ബെഡിൽ കിടത്തി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവളെ കിടത്തിയിരുന്ന ബെഡ് അങ്ങനെ പേടിപ്പെടുത്തുന്ന രീതിയിൽ കുലുങ്ങാൻ തുടങ്ങി. ഒപ്പം തന്നെ ഒരു സാത്താന്റെ അലർച്ചയും കേൾക്കാം. അപ്പോ കേലബ് അവനൊരു നോട്ടം നോക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ അവന്റെ ട്രിക്കാണെന്ന് കേലബിന് അറിയാലോ. മാർക്കസിന്റെ കയ്യിലെ ഷോക്കടിപ്പിക്കുന്ന 2 റിംഗ് ഉണ്ട്. അവൻ നെല്ലിന്റെ തലയിൽ കൈവച്ചതും അവള് വേദന കൊണ്ട് ഉറക്കെ കരയുന്നുണ്ട്. പിന്നെ ആ സാത്താൻ തന്റെ ദേഹത്തേക്ക് പ്രവേശിച്ചതായിട്ട് മാർക്കസ് അവരെ കൊണ്ട് വിശ്വസിപ്പിച്ചു. അവൻ താഴേക്ക് മറിഞ്ഞു വീണു. ആ ക്രോസിൽ നിന്ന് കറുത്ത പുക പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഒടുവിൽ ആ സാത്താൻ എന്നേക്കുമായിട്ട് നശിച്ച് ഇല്ലാതായിന്ന് മാർക്കസ് ആ ഫാമിലിയെ കൊണ്ട് വിശ്വസിപ്പിച്ചു. നെല്ലിനെ എക്സോസിസ് അല്ല വേണ്ടത്, അവൾക്ക് വേണ്ടത് നല്ല ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പോ ഇവാനും ഒത്തിരി ഹാപ്പിയായി. ഇതോടുകൂടി മാർക്കസും കൂട്ടുകാരും ആ കുടുംബത്തോട് യാത്ര പറഞ്ഞിറങ്ങി. ഈ സമയത്ത് ഐറിസും ഡാനിയലും ഒത്തിരി സന്തോഷത്തിലാണ്. ഈ സംഭവത്തിൽ നിന്ന് തന്നെ മാർക്കസ് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. മാർക്കസ് ഇതുപോലെ കഷ്ടപ്പെടുന്നവരെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവർ ആ ടൗണിലെ ഒരു ഹോട്ടലില് മുറിയെടുത്തു. എല്ലാവരും നല്ല ഉറക്കത്തിലായി. പെട്ടെന്ന് പാതിരാത്രി ഐറിസ് അലറി അടിച്ചോണ്ട് മാർക്കസിന്റെ മുറിയിലേക്ക് ഓടി പോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പിന്നാലെ തന്നെ ക്യാമറയും കൊണ്ട് ഡാനിയലുണ്ട്. സംഭവം എന്താന്ന് വെച്ചാല് മാർക്കസിന്റെ മുറിയിലെ നമ്മുടെ നെല്ലിരിക്കുന്നു. അവള് മാർക്കസിന്റെ മുറിയിലെത്തി ഇത്ര നേരമായിട്ടും ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. അവൾ ഒന്നിനും റെസ്പോൺസ് ചെയ്യുന്നില്ല. ആ സമയത്ത് നെല്ല് ഒത്തിരി വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. അവൾക്ക് തീരെ വയ്യ. ഉടനെ തന്നെ അവര് 3 പേരും നെല്ലിനെയും കൊണ്ട് തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയത്ത് മാർക്കസ് ആകെ കൺഫ്യൂസ്ഡ് ആയി. നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല, നമ്മൾ ഈ ഹോട്ടൽ മുറിയിലാണ് താമസിക്കുന്നത്. ഇതൊക്കെ ഈ പെൺകുട്ടിക്ക് എങ്ങനെ അറിയാം? അതും ഈ നട്ടപ്പാതിരക്ക് 6-7 മൈൽസ് തനിയെ നടന്നു വന്നു.
എത്രയൊക്കെ ചിന്തിച്ചിട്ടും മാർക്കസിന് യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയതും ഹോസ്പിറ്റലിലെ നഴ്സ് ഇവിടെ ക്യാമറ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ടെങ്കിലും ആശുപത്രിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡാനിയലെ അവരറിയാതെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ നഴ്സ് പറയുന്നത് നെല്ലിന്റെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്തു നോക്കി, അതൊക്കെ നോർമലാണ്. നെല്ലിനെ ഏതെങ്കിലും തരത്തിലുള്ള സൈക്യാട്രിക് ടെസ്റ്റുകളൊക്കെ എടുത്തു നോക്കാൻ പറ്റുമെന്ന് മാർക്കസ് ചോദിക്കുന്നുണ്ടെങ്കിലും അതിന് ആ നഴ്സ് സമ്മതിക്കില്ല. അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ എടുക്കണമെങ്കിൽ അവളുടെ പേരൻസിന്റെ സമ്മതം വേണം. കാരണം നെല്ലിപ്പോഴും ഒരു കൊച്ചു പെൺകുട്ടിയാണ്. പേരൻസിന്റെ സമ്മതമില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അടുത്ത ദിവസം സംഭവം അറിഞ്ഞ് ഇവാനും ആശുപത്രിയിലെത്തി. മാർക്കസ് ആണെങ്കിൽ നെല്ലിന് യാതൊരു കുഴപ്പമില്ല, അവൾക്ക് വേണ്ടത് ഡോക്ടേഴ്സിന്റെ ഹെൽപ്പാണ്. ആ ഫോമിലൊക്കെ ഒന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞ് മാർക്കസ് ഇവാനോട് ഒത്തിരി പറഞ്ഞു നോക്കി. എന്നാൽ ഇവാൻ ആവട്ടെ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. തന്റെ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോവാനായിട്ട് ഒത്തിരി നിർബന്ധം പിടിച്ചു. കാരണം ഇവാന്റെ വൈഫ് അസുഖം ബാധിച്ചാണ് മരിച്ചത്. അന്ന് ഈ ടൗണിലെ 8 ഡോക്ടേഴ്സിനെ കാണിച്ചെങ്കിലും അവർക്കാർക്കും തന്നെ തന്റെ വൈഫിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവാൻ ഈ ഡോക്ടേഴ്സിലോ ട്രീറ്റ്മെന്റിലോ ഒന്നും തന്നെ വിശ്വസിക്കുന്നില്ല, ദൈവത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. ഇതൊക്കെ കേട്ട് മാർക്കസിന്റെ തലയൊക്കെ ആകെ പെരുക്കാൻ തുടങ്ങി. ഇനി എന്തൊക്കെ പറഞ്ഞ ഇവാന് മനസ്സിലാവുക? ഇനി ഇവാനോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ മാർക്കസ് നെല്ല് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്ന ചർച്ചിലെ പാസ്റ്ററെ കാണാനായിട്ട് പോയി. ബെക്കി എന്നൊരു ലേഡിയാണ് മാർക്കസിനെ പാസ്റ്ററെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേരാണ് ജോസഫ് മാൻലി. 2 വർഷങ്ങൾക്ക് മുൻപ് വരെ ഈ ചർച്ചിലേക്കാണ് നെല്ല് പ്രാർത്ഥിക്കാനായിട്ട് വന്നിരുന്നത്. നായകൻ ആ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ മാൻലിയോട് പറയുന്നുണ്ട്. നെല്ലിന് വേണ്ടത് സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് ആണ്, അതിനെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അതിന് മാൻലി എന്താ പറയുന്നതെന്ന് വെച്ചാല് 2 വർഷങ്ങൾക്ക് മുൻപ് ഇവാനും താനും തമ്മിൽ നല്ലൊരു വഴക്കുണ്ടായി. അതിനുശേഷം ഇവാൻ തന്നോട് സംസാരിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോ മാർക്കസ് ഇവാനെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണെങ്കിൽ താനൊരു സൈക്യാട്രിക് ഡോക്ടറെ സഹായത്തിനായിട്ട് കൊണ്ടുവരാം. അങ്ങനെ മാർക്കസ് ഇവാനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഫാമിലേക്ക് ചെല്ലുമ്പോ കാണുന്നത് ഇവാൻ എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ മകളുമായി വഴക്കിട്ട് നെല്ലിനെ പിടിച്ചു വലിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറി പോകുന്നതാണ്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് മാർക്കസിന് യാതൊരു പിടുത്തവുമില്ല. എന്താ കാര്യമെന്നറിയാൻ അവർ ആ വീടിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോ കേലബിന്റെ വായ്ഭാഗം ആകെ മുറിഞ്ഞ് ബ്ലഡ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനെ കൊണ്ട് ഇപ്പോ സംസാരിക്കാനേ വയ്യ. ഐറിസ് അവനെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ വെച്ചു കൊടുത്തു. അപ്പോ മാർക്കസ് ആണെങ്കിലേ അവന്റെ കയ്യിലൊരു പേപ്പറും പേനയൊക്കെ വെച്ചു കൊടുത്ത് ഇവിടെ എന്താ ഈ നടക്കുന്നതെന്ന് ആ പേപ്പറിൽ എഴുതാനായിട്ട് പറയും. ആ ഒരു പേപ്പറിൽ കേലബ് എന്തൊക്കെയോ എഴുതുന്നുണ്ട്. എന്നാൽ ആ കടലാസിലുള്ളത് നായകൻ വായിച്ചു നോക്കുന്നതിന് മുൻപ് ഇവാനാകെ ദേഷ്യം പിടിച്ച് ആ മുറിയിലേക്ക് കയറി വന്നു. അതുകൊണ്ട് തന്നെ മാർക്കസ് വേഗം തന്നെ ആ പേപ്പർ എടുത്ത് തന്റെ കോട്ടിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ മാർക്കസ് ഇവാനോട് കാര്യങ്ങളൊക്കെ തിരക്കി നോക്കി. ഇത്രയും നേരം നെല്ല് വളരെ നോർമൽ ആയിരുന്നു. പെട്ടെന്ന് അവളാകെ വയലന്റ് ആയി ഒരു കത്തിയെടുത്ത് കേലബിന്റെ മുഖത്ത് കുത്തി. ഇത് ചെയ്തത് നെല്ലാണോ? മാർക്കസിന് ഇത് വിശ്വസിക്കാനേ വയ്യ. ഇതും പറഞ്ഞുകൊണ്ട് ഇവാൻ തന്റെ മകനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. കാരണം കേലബിന്റെ മുഖത്തെ മുറിവിൽ നിന്ന് ഒരുപാട് രക്തം നഷ്ടപ്പെട്ടിരുന്നു. അവർ ആ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം മറ്റുള്ളവരെ കേലബ് എഴുതിയ ആ പേപ്പർ എടുത്തു നോക്കി. സത്യം പറഞ്ഞ അവരത് വായിച്ച് ഒത്തിരി ഷോക്കായി. ഒരു കാരണവശാലും നെല്ലിനെ ഇവാന്റെ കൂടെ തനിച്ചാക്കരുത്. ഇതാണ് കേലബ് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്. അതെന്തിനായിരിക്കും കേലബ് അങ്ങനെ എഴുതിയത്? ഇതറിയാനായിട്ട് അവര് മേലെ നെല്ലിന്റെ മുറിയിലേക്ക് ചെന്നു. അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോ അവരെ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് കാണുന്നത്. നെല്ലിനെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. ഇവാൻ സ്വന്തം മകളോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇത് കണ്ട് ആകെ ഷോക്കായി പോയ മാർക്കസ് ആ പെൺകുട്ടിയുടെ കാലിലെ ചങ്ങല അത് കട്ട് ചെയ്ത് മാറ്റി. നെൽ, സത്യം പറ, നീയാണോ കേലബിന്റെ മുഖത്ത് മുറിച്ചത്? അതിന് നെല്ല് പറയുന്നത് എനിക്കൊന്നും ഓർമ്മയില്ല. ഓക്കെ, കേലബ് നിന്നോട് വഴക്കിട്ടോ? അവരാരെങ്കിലും നിന്നെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തായിരുന്നോ? അതിന് നെല്ല് പറയുന്നത് നോ, അവരാരും തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ അന്ന് രാത്രിയായി. കേലബിനെ കൊണ്ടുപോയ ഇവാൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോ മറുവശത്ത് നെല്ലും നോർമലായി നല്ല ഉറക്കത്തിലാണ്. താഴെ അവര് 3 പേരും ഇവാൻ വരുന്നത് വരെ കാത്തിരുന്നു. പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം. മാർക്കസും മറ്റുള്ളവരും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് മുകളിലേക്ക് ഓടി ചെന്ന് നോക്കുമ്പോ കുഞ്ഞിന്റെ ശബ്ദം ഉണ്ടാക്കി കരയുന്നത് മറ്റാരുമല്ല, അത് നെല്ല് തന്നെയാണ്. എന്തോ പ്രേതം കയറിയതുപോലെ കുറെ നേരം അവരെ നോക്കി നിന്ന് ഒരു പാവയെടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഇവരെ പിന്നാലെ ചെന്ന് നോക്കുമ്പോ കാണുന്നത് നെല്ല പാവയെ വെള്ളത്തിലേക്ക് പിടിച്ചു മുക്കി ഒരു ഭ്രാന്തിയെ പോലെ അലറി വിളിക്കുന്നതാണ്. അവരെങ്ങനെയൊക്കെയോ അവളെ സമാധാനിപ്പിച്ച് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഈ ഒരു സമയത്താണ് അവിടെ നെല്ലിന്റെ മുറിയിലെ
മാർക്കസ് വിചിത്രമായ പല ഡ്രോയിങ്സും കാണുന്നത്. അതൊക്കെ തന്നെ അവള് സ്വപ്നത്തിൽ കാണുന്ന കാര്യങ്ങളാണെന്ന് മാർക്കസിനോട് മുൻപേ പറഞ്ഞിരുന്നു. ഇത് നീയാണോ വരച്ചത്? അതിന് നെല്ല് പറയുന്നത് അല്ല, ഞാനല്ല വരച്ചത്. ഈ ഒരു സമയത്ത് ഐറിസ് മാർക്കസിനെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. കുറച്ചു മുൻപ് നെല്ല് പാവയെ വെള്ളത്തിൽ പിടിച്ചു മുക്കിയില്ലേ, അപ്പോ മറ്റേതൊരു ഭാഷയിൽ സംസാരിച്ചിരുന്ന റെക്കോർഡ് അവന് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതില് നെല്ല് സംസാരിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. ഈ വീട്ടില് മറ്റാർക്കും തന്നെ ലാറ്റിൻ ഭാഷ അറിയത്തൂല്ല. പിന്നെ എങ്ങനെ അത് നെല്ലിന് സംസാരിക്കാനാവും? അത് മാത്രമല്ല, കുറച്ചു മുൻപ് അവര് കേട്ട കുഞ്ഞിന്റെ കരച്ചില് അതെന്താ നമുക്ക് തോന്നിയതാണോ? അവരാകെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുന്ന നേരത്താണ് ഇന്നലെ നെല്ലിനെ ചികിത്സിച്ചിരുന്ന ആ ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ ഒരു വോയിസ് മെയിൽ വരുന്നത്. കാരണം നെല്ലിപ്പോ പ്രഗ്നന്റ് ആണ്. അതറിയാതെ ഡോക്ടേഴ്സ് അവൾക്ക് കഴിക്കാനായിട്ട് കുറച്ച് മരുന്നുകൾ കൊടുത്തിരുന്നു. അതൊന്നും അവൾക്ക് കൊടുക്കരുത്. അവളിപ്പോ ഓക്കെ ആണോന്ന് അറിയാനാണ് ആ ഡോക്ടർ ഇപ്പോ ഒരു വോയിസ് മെയിൽ അയച്ചത്. നെല്ലൊരു കൊച്ചു പെൺകുട്ടിയല്ലേ, പോരാത്തതിന് അവൾ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങാറില്ല, സ്കൂളിലേക്ക് പോവാറില്ല, ഫ്രണ്ട്സ് ഇല്ല. പിന്നെ എങ്ങനെ? കൂട്ടത്തിലെ ഐറിസ് ആകെ ദേഷ്യപ്പെട്ടിട്ടാണ് മാർക്കസിനോട് സംസാരിക്കുന്നത്. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് പോലീസിനെ അറിയിക്കണം. ഇതിനെല്ലാം കാരണം ആ സൈക്കോപാത്ത് ഇവാൻ തന്നെയാണ്. എന്നാലും സത്യം അറിയാതെ ഇങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ല. എന്തായാലും ഇവാൻ തിരിച്ചു വരട്ടെ. ഒരു വിധത്തിൽ അവൻ ഐറിസിനെ സമാധാനപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞ് അവരെല്ലാവരും ചെറുതായിട്ടൊന്ന് മയങ്ങുന്നുണ്ട്. ആ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ നെൽ ഡാനിയലിന്റെ ക്യാമറ എടുത്ത് ക്യാമറയിലേക്ക് നോക്കി തന്റെ മുഖമൊക്കെ പിച്ചി ചീന്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ആ ക്യാമറയായിട്ട് വീടിന് പിറകിലുള്ള ഷെഡിലേക്ക് ഓടി. വേറെ ഒന്നിനുമല്ല, അവിടെ വെള്ള നിറത്തിലുള്ള ഒരു പൂച്ച നെല്ലിനെ പേടിച്ച് വരച്ച് ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവള് ആ ചിത്രത്തിൽ വരച്ചതുപോലെ തന്നെ ആ പൂച്ചയെ അതിക്രൂരമായി തന്നെയാണ് കൊല്ലുന്നത്. എന്നിട്ട് നേരെ ആ ക്യാമറയും കൊണ്ട് നായകനെ കൊല്ലാനായിട്ട് ചെന്നു. അവരെല്ലാവരും ആ സമയത്ത് നല്ല ഉറക്കത്തിലായിരുന്നു. കറക്റ്റ് ആ സമയത്ത് ഐറിസ് ഞെട്ടിയെണീറ്റ് നെല്ലിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. അവൾ ഇപ്പോഴാണ് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത്. അവര് അവളെ വഴക്കൊന്നും പറയുന്നില്ല. അവളെ എങ്ങനെയൊക്കെയോ സമാധാനപ്പെടുത്തി മുറിയിലെ ഉറങ്ങാനായിട്ട് കിടത്തുന്നുണ്ട്. ഇപ്പോഴാണ് നെല്ലിന്റെ മുറിയിലെ കുറെ ചിത്രങ്ങള് അവര് ശ്രദ്ധിക്കുന്നത്. ഇതിനു മുൻപ് മാർക്കസ് ആ ചിത്രങ്ങള് കണ്ടിരുന്നില്ല. നമ്മുടെ നായകൻ കുരിശും പിടിച്ചുകൊണ്ട് തീയിലേക്ക് നടന്നു പോകുന്നു. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഐറിസിന്റെ ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നു. തീർന്നില്ല, ഡാനിയലും അതിക്രൂരമായി തന്നെ തൊട്ടടുത്ത് മരിച്ചു കിടക്കുന്നു. ഇത് കണ്ട് ഡാനിയലിന് ആകെ പേടിയായി. ഇനി ഒരു നിമിഷം പോലും താൻ ഈ വീട്ടിൽ നിൽക്കില്ല, എനിക്ക് ഇപ്പൊ തന്നെ പോയേ പറ്റൂന്ന് പറഞ്ഞ് ഒത്തിരി ബഹളം വെക്കുന്നുണ്ട്. അതിന് നായകൻ എന്താ പറയുന്നത്? നെൽ ഒരു കൊച്ചു പെൺകുട്ടിയല്ലേ, അവളെ കൊണ്ട് നമ്മളെ 3 പേരെ കൊല്ലാൻ പറ്റൂ, അല്ലാതെ പേടിക്കാനായിട്ട് യാതൊന്നും തന്നെയില്ല. എന്തായാലും ജീവന് പേടിയുള്ളതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അവര് നെല്ലിനെ ആ മുറിയിൽ പൂട്ടിയിടുന്നുണ്ട്. ഡോറ് ലോക്ക് ചെയ്താ പിന്നെ എന്ത് പേടിക്കാനാ? എന്നാൽ മാർക്കസ് ആ ഡോറ് പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോ മുറിക്കകത്തു നിന്ന് 2 പേര് സംസാരിക്കുന്നത് കേൾക്കാം. ഉടനെ തന്നെ അവൻ ആരെ ഈ സംസാരിക്കുന്നതെന്നറിയാനായിട്ട് ഡോറ് തുറന്നു നോക്കി. നെല്ലാ മുറിയിൽ തനിച്ചാണ്, വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞ് ഇവാൻ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവരെല്ലാവരും ഡോക്ടർ മുൻപ് ഒരു വോയിസ് മെയിൽ അയച്ചില്ലേ, നെല്ല് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് അക്കാര്യത്തെ പറ്റി ചോദിച്ച് ഇവാനോട് ഒത്തിരി ദേഷ്യപ്പെട്ടു. എന്നാൽ ഇവാന് ഇതിനെപ്പറ്റി യാതൊന്നും തന്നെ അറിയില്ല. കഴിഞ്ഞ ദിവസം മാർക്കസ് ഇവാനോട് എബാലം എന്ന സാത്താനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ സാത്താൻ കൂടുതലായും ചെറിയ പെൺകുട്ടികളെയാണ് പൊസസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത് സാത്താന്റെ പണിയാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും മാർക്കസ് എക്സോസിസം ചെയ്യാനായിട്ട് തയ്യാറായില്ല. നെല്ലിനിപ്പോ വേണ്ടത് ട്രീറ്റ്മെന്റ് ആണ്, ഒരു ഡോക്ടറിന്റെ ഹെൽപ്പാണ്. ഇവരോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഇവാന് മനസ്സിലായി. ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ 3 പേരും എന്റെ വീട്ടിൽ നിൽക്കാൻ പാടില്ല, ഇപ്പൊ തന്നെ സ്ഥലം വിട്ടോണം. ഇതും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കയ്യിലൊരു തോക്കും എടുത്ത് തന്റെ വൈഫിന്റെ കുഴിമാടത്തിനടുത്ത് ചെന്നിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോ മാർക്കസിന് ഒരു കാര്യം ഉറപ്പായി, ഇവാൻ ഉറപ്പായും നെല്ലിനെ കൊല്ലും. എങ്ങനെയെങ്കിലും അതിനു മുന്നേ നെല്ലിനെയും കൊണ്ട് നമുക്ക് രക്ഷപ്പെടണം. മാർക്കസ് ഇക്കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു തീരുന്നതിന് മുന്നേ ആ വീട്ടിലെ ലൈറ്റ്സ് മൊത്തം ഓഫായി. നെല്ലിന്റെ മുറിയിൽ നിന്ന് എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. ആ വീട് അങ്ങനെ കുലുങ്ങാൻ തുടങ്ങി. അവരാകെ പേടിച്ചുപോയി നെല്ലിന്റെ മുറിയിലേക്ക് ഓടി ചെന്ന് നോക്കുമ്പോ അവളൊരു അലമാരയ്ക്ക് മുകളിൽ കയറിയിരിക്കുന്നുണ്ടാവും. മാർക്കസ് എങ്ങനെയൊക്കെയോ അവളെ സമാധാനപ്പെടുത്തി നെല്ലിനെ താഴേക്കിറക്കി. എന്നാൽ അവരാരും തന്നെ പ്രതീക്ഷിക്കാതെ നെല്ല് നായകന്റെ കയ്യില് ഒരു കത്തി കൊണ്ട് മുറിച്ച് ആ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടോടി. പിന്നാലെ തന്നെ അവര് ഓടുന്നുണ്ട്. നെല്ലിപ്പോ വീടിന്റെ വെളിയിലിരുന്ന് കരഞ്ഞോണ്ടിരുന്നു. മാർക്കസ് അവളോട് എങ്ങനെയൊക്കെയോ സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ക്യാമറ കണ്ടതും അവളാകെ വയലന്റായി.
പിന്നെ ഒരു കണക്കിന് മാർക്കസ് അവളെ പിടികൂടി വീടിനകത്തേക്ക് എടുത്തോണ്ട് പോയി. കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഇവാൻ തന്റെ മകളെ കൊല്ലും. ആ കറക്റ്റ് സമയത്താണ് ഇവാൻ തോക്കും കൊണ്ട് ആ വീട്ടിലേക്ക് കയറി വരുന്നത്. തന്റെ ഫാമിലിയെ ആരെ കൊണ്ടും സഹായിക്കാൻ കഴിയില്ല എന്നറിഞ്ഞതോടെയാണ് ഇവാൻ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഓക്കെ, ഞാൻ എക്സോസിസം ചെയ്യാൻ തയ്യാറാണ്, അല്ലാതെ മണ്ടത്തരം കാണിക്കല്ലേ എന്ന് പറഞ്ഞ് മാർക്കസ് എങ്ങനെയൊക്കെയോ ഇവാന്റെ മനസ്സ് മാറ്റി. ഇത്രയും നാള് മാർക്കസ് കുറെ ട്രിക്കൊക്കെ കാണിച്ചാണ് പ്രേതബാധ ഒഴിപ്പിക്കുന്നതായിട്ട് ആളുകളെ പറ്റിച്ചിരുന്നത്. എന്നാൽ ഇന്ന് താൻ റിയൽ ആയിട്ട് എക്സോസിസം ചെയ്യാൻ പോവാണ്. അതിന് നെല്ലിന്റെ മനോധൈര്യം അത് മാർക്കസിന് അത്യാവശ്യമാണ്. ആ സാത്താനോട് ഫൈറ്റ് ചെയ്യണം, തന്റെ മനസ്സും ശരീരവും കൺട്രോൾ ചെയ്യണം. എന്നാലേ മാർക്കസിനെ എന്നേക്കുമായിട്ട് നെല്ലിനെ ആ സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. പെട്ടെന്ന് അവള് താഴെ കിടന്ന് വളഞ്ഞ് തിരിഞ്ഞ് ആ സാത്താന്റെ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. മാർക്കസ്, നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിലും ദേ ഞാൻ വന്നില്ലേ, അതെ ഞാനാണ് അബാലം. നിന്റെ നെല്ലിപ്പോ തീയിൽ പെട്ട് കത്തിക്കരിഞ്ഞോണ്ടിരിക്കാണ്. അധികം വൈകാതെ നീയും തീയിൽ കത്തിക്കരിഞ്ഞു പോവെന്ന് പറഞ്ഞ് ആ സാത്താൻ നെല്ലിന്റെ ശരീരം മുഴുവൻ ഒടിച്ച് വളച്ച് തിരിക്കുന്നുണ്ട്. മാർക്കസും വിട്ടില്ല. അവൻ ദൈവത്തിനോട് തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോ ആ സാത്താൻ മാർക്കസിനോട് പറയും, എനിക്ക് ഒരു 10 സെക്കൻഡ് സമയം വേണം, ഞാൻ ഈ പെൺകുട്ടിയെ വിട്ടു പോയിക്കോളാം. ഇത് കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നായകൻ ഒന്ന് സൈലന്റ് ആയി. എന്തായാലും ആ സാത്താൻ ആ പെൺകുട്ടിയെ വിട്ട് പോവാന്ന് പറഞ്ഞല്ലോ. എന്നാൽ ആ സാത്താനാണെങ്കില് നെല്ലിന്റെ ഓരോരോ വിരലുകളായിട്ട് ഒടിക്കാൻ തുടങ്ങി. അവനത് കണ്ടു നിൽക്കുകയല്ലാതെ എന്താ ചെയ്യണ്ടെന്ന് യാതൊരു പിടുത്തവുമില്ല. അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലേ ഇവാൻ തന്റെ മകളെ കൊന്നുകളയും. നെല്ലെ അങ്ങനെ തന്നെ അലറിക്കരഞ്ഞ് ബോധം കെട്ടി വീണു. അവളൊന്ന് കാമായി. ഈ ഒരു സമയത്താണ് മാർക്കസ് അവരോടെല്ലാവരോടും ഒരു കാര്യം പറയുന്നത്. നെൽ ലോഗൻ എന്നൊരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. അങ്ങനെയാണ് അവള് പ്രഗ്നന്റ് ആയത്. ഇത് കേട്ട് ഇവാൻ ഒത്തിരി അപ്സെറ്റ് ആയി. അയാൾക്കത് ഉൾക്കൊള്ളാനേ വയ്യ. ഇക്കാര്യം ഇവാൻ നേരെ ചെന്ന് തന്റെ മകളോട് ചോദിക്കുന്നുണ്ട്. അതിന് നെല്ല് പറയുന്നത് അതെ, താനും ലോഗനുമായിട്ട് പ്രണയത്തിലായിരുന്നു. ലോഗൻ ഒരു കഫേയിലാണ് ജോലി ചെയ്യുന്നത്. അമ്മയുടെ മരണശേഷം ആകെ ഒറ്റപ്പെട്ടു പോയ നെൽ ചർച്ചിലേക്ക് പോകുന്ന സമയങ്ങളിലാണ് ലോഗനെ മീറ്റ് ചെയ്തിരുന്നത്. ഇപ്പോ മാർക്കസ് പറയുന്നത് നെല്ലിനെ ഒരു സാത്താനും പൊസസ് ചെയ്തിട്ടില്ല. താൻ പ്രഗ്നന്റ് ആയ കുറ്റബോധം കൊണ്ടാണ് അവൾ ഈ ഡ്രാമയൊക്കെ കാണിച്ചത്. മാർക്കസ് ഈ കാര്യങ്ങളൊക്കെ ഇവാനെ പറഞ്ഞ് മനസ്സിലാക്കി. അവൾക്കിനി വേണ്ടത് ഒരു ഡോക്ടറിന്റെ ഹെൽപ്പാണ്. അങ്ങനെ മാർക്കസിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇവാൻ പാസ്റ്റർ മാൻലിയുമായിട്ടുള്ള വഴക്കും പിണക്കങ്ങളൊക്കെ മറന്നു. പിറ്റേ ദിവസം പാസ്റ്റർ മാൻലിയും ബെക്കിയും ഇവാന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്തായാലും മാർക്കസ് വിചാരിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ അവസാനിച്ചു. നെല്ലിന് നല്ലൊരു ഡോക്ടറിന്റെ ഹെൽപ്പ് കിട്ടിയാൽ തന്നെ പ്രശ്നങ്ങളൊക്കെ തീരും. അതുകൊണ്ട് തന്നെ ആ ഒരു സമാധാനത്തിലെ മാർക്കസും ഐറിസും ഡാനിയലും ആ കുടുംബത്തോട് യാത്ര പറഞ്ഞ് ആ വീട്ടിൽ നിന്നിറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് അവര് ലോഗൻ എന്ന പയ്യൻ ജോലി ചെയ്യുന്ന കഫേയിൽ കയറുന്നുണ്ട്, അവനോട് കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട്. ഇവിടെയാണ് ചിത്രത്തിലൊരു ട്വിസ്റ്റ് ഉള്ളത്. ചർച്ചിലെ ഒരു സമ്മർ പാർട്ടിയിൽ വെച്ചിട്ട് താൻ നെല്ലിനെ കണ്ടിരുന്നു. ഞങ്ങള് 1-2 സെക്കൻഡ് മാത്രമാണ് സംസാരിച്ചത്, അല്ലാതെ ഞങ്ങള് തമ്മിൽ പ്രണയത്തിലൊന്നും അല്ലായിരുന്നു. സത്യം പറഞ്ഞ ലോഗൻ അന്നാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും നെല്ലിനെ കണ്ടത്. പോരാത്തതിന് ലോഗന് ഗേൾസിനോട് താല്പര്യമില്ല. താനൊരു ഗേ ആണെന്നാണ് ലോഗൻ മാർക്കസിനോട് പറയുന്നത്. ഇത് കേട്ട് മാർക്കസും സുഹൃത്തുക്കളും ആകെ അമ്പരന്നു പോയി. പിന്നെ എന്തിനായിരിക്കും നെല്ല് ഇത്ര വലിയൊരു കള്ളം പറഞ്ഞത്? അപ്പോ നായകന് മനസ്സിലായി, തങ്ങളെ ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനാണ് അവൾ ഈ കള്ളം പറഞ്ഞത്. ഇത് തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ മാർക്കസ് തന്റെ കാറ് തിരിച്ച് ഇവാന്റെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ അവർ ആ വീട്ടിലെത്തുമ്പോ ആ വീട്ടില് വെട്ടവും വെളിച്ചൊന്നുമില്ല. ആ വീടിനകത്ത് ഇവാനോ നെല്ലോ അല്ലെങ്കിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ വീടിന്റെ എല്ലാ ചുമരിലും നിറയെ സാത്താന്റെ സിമ്പല് വരച്ചിരുന്നു, അതും മനുഷ്യന്റെ രക്തം കൊണ്ട്. ഇതൊക്കെ കണ്ട് മാർക്കസും കൂട്ടരും കിളിപാറി നിൽക്കുമ്പോഴാണ് വീടിന്റെ പിറകു വശത്തു നിന്ന് ആരോ അലറിക്കരയുന്ന ശബ്ദം കേൾക്കുന്നത്. മാർക്കസ് പിന്നെ ഒന്നും തന്നെ ചിന്തിക്കാൻ നിന്നില്ല. ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടുന്നുണ്ട്. അപ്പോ ഐറിസ് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, മാർക്കസ് അങ്ങോട്ട് പോവല്ലേ, നമുക്ക് തിരിച്ചു പോവാം, പോലീസിനെ വിളിക്കാം. ഐറിസിനും ഡാനിയലിനും മരണഭയമാണ്. അവരങ്ങനെ വീടിന് പിറകിലുള്ള കാട്ടിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോ അവിടെ ദൂരെയായിട്ട് തീ കത്തുന്നുണ്ട്. അവിടെ കുറെ ആളുകളൊക്കെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അവരെങ്ങനെ കുറച്ച് മുന്നോട്ട് ചെന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച നെല്ലിനെ ഒരു ടേബിളില് കെട്ടിയിട്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ഒരു മരത്തില് ഇവാന്റെ കണ്ണൊക്കെ കെട്ടി അയാളെയും കെട്ടിയിട്ടിരിക്കുകയാണ്. ഈ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ തലവൻ അത് മറ്റാരുമല്ല, പാസ്റ്റർ മാൻലി ആയിരുന്നു. എബാലം എന്ന സാത്താനെയാണ് ഈ ഒരു കൾട്ട് ഗ്രൂപ്പ് ആരാധിക്കുന്നത്. ഈ ഒരു സമയത്ത് നെൽ വളരെ കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ അത് ഒരു മനുഷ്യ കുഞ്ഞായിരുന്നില്ല. ബെക്കി എന്ന സ്ത്രീ നമ്മുടെ യജമാനൻ വന്നു എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ എടുത്ത് തീയിലേക്കിട്ടു. കാരണം ആ സാത്താന്റെ ശക്തി എന്ന് പറയുന്നത് തീയാണ്. ഇത് കണ്ട മാർക്കസ് തന്റെ കയ്യിലെ കുരിശുകൊടുത്ത് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ആ തീയിലേക്ക് നടന്നു പോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ ആ കൾട്ട് ഗ്രൂപ്പ് കൂടെ വന്നിരുന്ന ഐറിസിനെയും ഡാനിയലിനെയും കൊല്ലാനായിട്ട്
അവരുടെ പിന്നാലെ തന്നെ പായുന്നുണ്ട്. ഐറിസിനെ ഒരുപാട് ആളുകൾ ചേർന്ന് അതിക്രൂരമായി തന്നെ കൊന്നുകളഞ്ഞു. നെൽ ഒരു ചിത്രം വരച്ചിരുന്നില്ലേ, അതുപോലെ തന്നെ ഡാനിയലെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാനായിട്ട് ഓടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് പാഞ്ഞു വന്ന കാലബ് ഒരു മഴ വെച്ച് ഡാനിയലിന്റെ തലയറുത്തു. അവനും ഈ ഒരു കൾട്ട് ഗ്രൂപ്പിലെ ഒരു മെമ്പർ ആയിരുന്നു. ഈ ഒരു കാര്യം നെല്ലിനോ അല്ലെങ്കിൽ ഇവാനോ അറിയില്ലായിരുന്നു. തന്റെ അമ്മയുടെ മരണശേഷം കാലബിന് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കാലബ് ഈ ഒരു കൾട്ട് ഗ്രൂപ്പിൽ ചെന്നുപെട്ടത്. അപ്പോ നായകൻ എന്ത് പറ്റിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഉറപ്പായും മാർക്കസ് ആ തീയിലേക്ക് പോയി മരിച്ചിരിക്കാം. ഈ ഒരു സീനോട് കൂടിയാണ് ദ ലാസ്റ്റ് എക്സോർസിസം എന്ന അമേരിക്കൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്